നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബറിന് ക്ഷീണം, കുരുമുളക് തേടി വ്യവസായികൾ, വില ഉയരും, സ്വർണ്ണവില റെക്കോർഡിൽ. ഇന്നത്തെ വിപണി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർഷിക കേരളം ക്രിസ്മസ് ആഘോഷങ്ങളിൽ അമർന്നതോടെ ഉൽപ്പാദന മേഖലകളിലെ ചെറുകിട വിപണികളും ടെർമിനൽ മാർക്കറ്റുകളിലും ചരക്ക് വരവ് ചുരുങ്ങി. നാളികേരം പുതുവർഷം തിരിച്ചുവരവിനുള്ള അണിയറ ഒരുക്കത്തിൽ. വാങ്ങലുകാർ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ വലവിരിച്ചിട്ടും നാടൻ കുരുമുളക് കണ്ടെത്താൻ ക്ലേശിച്ചു. ലേല കേന്ദ്രങ്ങളിൽ ഏലത്തിന് പ്രിയമേറി, സ്വർണത്തിന് വീണ്ടും റെക്കോർഡ് പുതുക്കി. ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഉത്സവ ആഘോഷങ്ങളിൽ അമർന്നതിനാൽ പ്രമുഖ വിപണികളിലും ചെറുകിട വ്യാപാര മേഖലകളിലും കാർഷിക ഉൽപ്പന്ന വരവിൽ ഇടിവ്. വ്യവസായികളും കയറ്റുമതി സമൂഹവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചതിനാൽ ഇടപാടുകളുടെ വ്യാപ്തിയും ചുരുങ്ങി. കുരുമുളകിന് പ്രതീക്ഷ. മൂപ്പ് കുറഞ്ഞ കുരുമുളക് വിളവെടുപ്പിന് കർഷകർ ഉത്സാഹിച്ചത് ചെറുകിട വ്യവസായികൾക്ക് ആശ്വാസമായി. അച്ചാർ നിർമ്മാണ യൂണിറ്റുകളാണ് മൂപ്പ് കുറഞ്ഞ കുരുമുളക് സംഭരണത്തിന് തോട്ടൻ മേഖലയിൽ ഇറങ്ങിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വ്യാവസായിക മേഖലയിൽ നിന്നും കൂടുതൽ ആവശ്യക്കാരെത്തിയത് ഉൽപ്പാദകർക്ക് ആവേശം പകർന്നു. ഡിമാൻഡ് ശക്തമെങ്കിലും അതിനനുസൃതമായി പച്ച കുരുമുളക് പലർക്കും കൈമാറാനാവുന്നില്ല. നവംബറിൽ 185 രൂപയ്ക്ക് പച്ചക്കുരുമുളക് ശേഖരിക്കാൻ കാര്യമായ താൽപ്പര്യം കാണിക്കാത്ത വ്യവസായികൾ ഡിസംബറിൽ കിലോയ്ക്ക് 225 രൂപ വരെയും വാഗ്ദാനം ചെയ്ത് രംഗത്തിറങ്ങി. വിപണിയിൽ കുരുമുളക് അച്ചാറിന് അനുഭവപ്പെടുന്ന വർദ്ധിച്ച ഡിമാൻഡ് നിർമ്മാതാക്കളെ വില ഉയർത്തി ചരക്ക് സംഭരണത്തിന് പ്രേരിപ്പിച്ചു. ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതും വിലക്കയറ്റത്തിന് വഴിയൊരുക്കി. കഴിഞ്ഞ സീസണിൽ നിരക്ക് 160 രൂപയായിരുന്നു. ഇടുക്കി വയനാട് മേഖലയിലെ ചെറുകിട കർഷകർ വിലക്കയറ്റം കണ്ട് മുളകിൽ പിടിമുറുക്കിയത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കി. യഥാസമയം ചരക്ക് സംഭരിക്കാനായില്ലെങ്കിൽ മുളകിൻ്റെ മൂപ്പിൽ മാറ്റം വരുമെന്നത് അച്ചാർ നിർമ്മാതാക്കളെ സമ്മർദ്ദത്തിലാക്കി. അൺഗാർബിൾഡ് മുളക് കിലോ 699 രൂപ വരെ മുന്നേറിയതിനാൽ പച്ചക്കുരുമുളക് വില ഇനിയും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഒരു വിഭാഗം ഉൽപ്പാദകർ. കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം പല ഭാഗങ്ങളിലും കുരുമുളക് ഉൽപ്പാദനം കുറയുമെന്നാണ് വിലയിരുത്തൽ. അതിൻ്റെ സൂചനയാണ് പച്ചക്കുരുമുളകിന് നിലവിൽ അനുഭവപ്പെടുന്ന ക്ഷാമം. ഉത്തരേന്ത്യയിൽ നിന്നും മികച്ച ഇനം കുരുമുളകിന് ആവശ്യക്കാർ വർദ്ധിച്ചത് സ്റ്റോക്കിസ്റ്റുകളെ ചരക്ക് പിടിക്കാൻ പ്രേരിപ്പിച്ചു. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില കിലോയ്ക്ക് 719 രൂപയായി ഉയർന്നു. രാജ്യാന്തര മാർക്കറ്റിൽ ഇന്ത്യൻ കുരുമുളക് വില ടണ്ണിന് $8,200. തിരിച്ചുവരവിന് നാളികേര ഉൽപ്പന്നങ്ങൾ കനത്ത വില തകർച്ചയ്ക്ക് ശേഷം തിരിച്ചുവരവിനുള്ള തയ്യാറെടുപ്പിലാണ്. സംസ്ഥാനത്ത് ക്രിസ്മസ് വേളയിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം ചുരുങ്ങിയത് കാങ്കയത്തെ വൻകിട മില്ലുകാരെ സമ്മർദ്ദത്തിലാക്കി. ഈ വാരം പ്രാദേശിക വിപണികളിൽ മാസാരംഭം ഡിമാൻഡിന് തുടക്കം കുറിക്കുമെന്നത് എണ്ണവില ഉയർത്താൻ മില്ലുകാരെ പ്രേരിപ്പിക്കും. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ 22,500 രൂപയിലും കൊപ്ര 16,450 രൂപയിലും നീങ്ങുമ്പോൾ കൊച്ചിയിൽ എണ്ണവില 31,700 രൂപയിലും കൊപ്ര 18,750 രൂപയിലുമാണ്. വിലയിലെ വൻ അന്തരം അവസരമാക്കി സ്റ്റോക്ക് വിറ്റുമാറാനുള്ള ശ്രമങ്ങളും വ്യവസായികൾ നടത്തുന്നുണ്ട്. മികവ് നിലനിർത്തി ഏലം ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്ന അളവിൽ ലേലത്തിനിറങ്ങി. ആഭ്യന്തര വിദേശ വാങ്ങലുകാർ മത്സരിച്ച് ഏലക്ക ശേഖരിച്ചു. വിദേശ ഓർഡറുകൾ മുൻനിർത്തി കയറ്റുമതിക്കാർ വില ഉയർത്തി വലിപ്പം കൂടിയ ഇനങ്ങൾ വാങ്ങി. വാരാന്ത്യം ശരാശരി ഇനങ്ങൾ കിലോ 2,427 രൂപയിലും മികച്ച ഇനങ്ങൾ കിലോ 3,218 രൂപയിലുമാണ്. നിലവിലെ കാലാവസ്ഥ കണക്കിലെടുത്താൽ ജനുവരി ഉൽപ്പാദനം ഉയർന്നു നിൽക്കാം. റബ്ബർ വിപണി ക്ഷീണത്തിൽ. കാർഷിക മേഖല ക്രിസ്മസ് ആഘോഷങ്ങളിൽ അമർന്നതിനാൽ കൊച്ചി, കോട്ടയം വിപണികളിലേക്കുള്ള റബ്ബർ ഷീറ്റ് നീക്കം ചുരുങ്ങി. ഇനി ജനുവരിയോടെ മാത്രമേ കർഷകരുടെ ശ്രദ്ധ വിപണിയിലേക്ക് തിരിയൂ. ജപ്പാനീസ് യെന്നിൻ്റെ മൂല്യം ഉയർന്നതിനിടയിലും വിദേശ നിക്ഷേപകർ റബ്ബറിൽ താൽപ്പര്യം കാണിച്ചു. ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ അവധി വില കിലോ 341 യെന്നിലാണ്. ബാങ്കോക്കിൽ റബ്ബർ കിലോ 191 രൂപ. സ്വർണം റെക്കോർഡിൽ. ആഭരണ വിപണികളിൽ സ്വർണം ചരിത്ര നേട്ടങ്ങൾ വാരിക്കൂട്ടുന്നു. പവൻ 98,400 രൂപയിൽ നിന്നും വാരാന്ത്യം പവൻ 1,03,560 രൂപയായി. ഗ്രാമിന് വില 12,945 രൂപ. വെള്ളിയാഴ്ച ന്യൂയോർക്ക് എക്സ്ചേഞ്ചിൽ ട്രോയ് ഔൺസിന് $4,532 മാർക്കറ്റ് ക്ലോസിംഗ് നടന്നു. കേരളത്തിൽ ശനിയാഴ്ച പവന് 880 രൂപയാണ് വർദ്ധിച്ചത്. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിഭാഗം സ്വർണ്ണവില ശനിയാഴ്ച വൈകുന്നേരം വീണ്ടും ഉയർത്തി. അന്താരാഷ്ട്ര മാർക്കറ്റ് മാത്രമല്ല, ഫോറക്സ് മാർക്കറ്റും ശനിയാഴ്ച പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ വാരാന്ത്യ ദിനം 2 തവണ വില ഉയർത്തിയത് വിപണി വൃത്തങ്ങളിൽ ആശ്ചര്യം ഉളവാക്കി. കേരളത്തിൽ അനാവശ്യ വില വർധന ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റൈസ് അസോസിയേഷൻ ഭാരവാഹികളെ ഞെട്ടിച്ചു.
രൂപ തകർന്നു തന്നെ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നവംബറിൽ സ്വർണ്ണവില $4000 നീങ്ങിയപ്പോൾ രൂപയുടെ വിനിമയ നിരക്ക് 88.64 അന്ന് സംസ്ഥാനത്ത് പവൻ 90,680 രൂപ റേഞ്ചിലും നിലവിൽ രാജ്യാന്തര വില $4,500 മറികടന്നപ്പോൾ പവൻ 1,03,560 രൂപയിലെത്തി. വിനിമയ നിരക്ക് ഇപ്പോൾ 89.74 അടുത്ത വർഷം ന്യൂയോർക്കിൽ ട്രോയ് ഔൺസിന് ചരിത്രത്തിൽ ആദ്യമായി $5,000 ഉയർന്നാൽ പവൻ്റെ വില 1,16,000 രൂപയിലേക്ക് സഞ്ചരിക്കാം. ഇതിനിടയിൽ രൂപയുടെ മൂല്യത്തിലെ ചാഞ്ചാട്ടങ്ങൾ പവൻ്റെ വിലയെ ചെറിയ അളവിൽ സ്വാധീനിക്കും. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.